ഹായ് ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിതേ റൂട്ടിയുടെ സർജറിക്ക് ഞങ്ങൾ കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ 9 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മാളുവിനും തുണ്ടുവിനും ഓണപ്പരീക്ഷ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അറിയില്ല ഇവനെ പിടിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കാണാം. ഓക്കെ ഗായ്സ്, ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ബൈ ബൈ റൂട്ടി, ഞങ്ങൾ പോയിട്ട് വരാട്ടോ. അപ്പം അങ്ങനെ ദേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്യൂഷ്വാറ്റിലേക്കാണ്. അപ്പോൾ റൂട്ടീനെ ദേ ഈ റൂമിലേക്കാണ് കയറ്റിയത് ആദ്യം തന്നെ. അപ്പോൾ ഇവിടെ അവൻ്റെ കുറച്ച് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ റൂട്ടി ഭയങ്കര അവന് കുറയൊന്നുമില്ല കേട്ടോ. അവൻ്റെ ഭാഗം ടെൻഷനായിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർമാരൊക്കെ വന്ന് പിന്നെ അവൻ്റെ 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇഞ്ചക്ഷനിൽ തന്നെ അവന് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചു കേട്ടോ. അപ്പം ഛർദ്ദിച്ചപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. അത് കഴിഞ്ഞ് 2ാമത്തെ ഇഞ്ചക്ഷനിൽ കുത്തിയപ്പോൾ അവൻ്റെ കുറച്ചീശ മയങ്ങി തുടങ്ങിയിട്ടാ. പിന്നെ 3ാമത്തെ ഇഞ്ചക്ഷൻ ആയപ്പോൾ തന്നെ ഛർദ്ദിച്ചപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര പേടി വന്നു. പിന്നെ ഞാൻ കുറച്ച് കരഞ്ഞും പോയി. അങ്ങനെ 3ാമത്തെ ഇഞ്ചക്ഷൻ ആയപ്പോൾ തന്നെ അവൻ മയങ്ങി. അപ്പോൾ ഇത് കൊടുക്കണത് അനസ്തേഷ്യയാണ് കേട്ടോ. അപ്പോൾ അവൻ ഫുള്ളും അവന് കണ്ണുറക്കാൻ പറ്റാണ്ടായി. അപ്പോൾ അവൻ മയങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഇതേ റൂട്ടീനെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഈ ഡോക്ടർമാരെല്ലാവരും കൂടിയിട്ട് അവൻ്റെ കണ്ണുമത്തെ മുടിയൊക്കെ ഒന്ന് വെട്ടി കളയാണ് കേട്ടോ. അപ്പോൾ കണ്ണിലാണല്ലോ അവൻ്റെ സർജറി ചെയ്യുന്നത്. അപ്പോൾ കണ്ണുമത്തെ മുടിയൊക്കെ വെട്ടിയിട്ട് ഇതേ അവൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. കൊണ്ടുപോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സങ്കടമൊക്കെ തോന്നില്ലേ. അപ്പോൾ അതേ അവനെ സ്ട്രെച്ചർ കൊണ്ടുവന്നു. അപ്പോൾ അത് വേണ്ട, ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ ഡോക്ടർമാർ അവനെ എടുത്തിട്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടാ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കുറച്ച് വിഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാതിലൊക്കെ അടിച്ചപ്പോൾ അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ വരെ ഞാനും അമ്മയും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുട്ടീനെ സർജറിക്ക് കയറ്റി ഞാനും അമ്മയും അവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ ഒരു പൂച്ചയുടെ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായിരുന്നു കുറേ നായകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നായ്ക്ക് കാലിൽ എന്തോ ഒരു നീര് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നായക്കുട്ടി ഞങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ റൂട്ടിക്കുട്ടിയുടെ സർജറി ഒക്കെ കഴിഞ്ഞത് എൻ്റെ കയ്യിൽ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൻ്റെ കണ്ണ് ഇത്തിരീശ് അവൻ തുറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കഴുത്ത് ഇങ്ങനെ നേരെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അവനെ ടേബിളിൽ വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവനെ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴുത്ത് എപ്പോഴും നേരെയാക്കി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ മരുന്നൊക്കെ മേടിക്കാൻ പോയിട്ടാണ്. അപ്പോൾ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവന് 5-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. അത് പാല് പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. നാളെ തൊട്ട് നമുക്ക് ഫുഡൊക്കെ തുടങ്ങാം. പിന്നെ മരുന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. എൻ്റെ കണ്ണൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ കുട്ടി കണ്ണൊക്കെ അടച്ചിട്ടിരിക്കണേ. പിന്നെ ഫുൾ ടൈം ഒരു കോളറുണ്ട്, അതും കെട്ടി കൊടുക്കണം കേട്ടോ. എൻ്റെ അമ്മേനെ കാണിച്ചാരാ. അപ്പം അങ്ങനെ വീട്ടിലെത്തി ഞാൻ ഈ സീ കോളർ ഇട്ടെടുത്തിട്ടുണ്ട്. മരുന്നൊക്കെ ഒഴിക്കുമ്പോൾ മാന്താണ്ടിരിക്കാനാണ് ഇട്ടേക്കുന്നത്. ഇത്രയുള്ള ഗൈസ്, അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.